നമസ്കാരം. ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 2-3 ദിവസത്തിനകം പാസ്സാക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ലിലെ ചില സവിശേഷതകൾ എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതുവരെ എല്ലാവരും ഭയപ്പെട്ടത് ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർവിഭജനം നടത്തുമെന്നും അതുവഴി കേരളത്തിലെ എംപിമാരുടെ എണ്ണം കുറയുമെന്നുമാണ്. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ പേരായിരിക്കും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അവകാശികളാവുക. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ എംപിമാരുടെ എണ്ണം 15-14 ആയി കുറയാനായിരുന്നു സാധ്യത. എന്നാൽ കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്തരമൊരു നീക്കം രാജ്യത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ എല്ലായിടത്തും 50% വർദ്ധിപ്പിക്കുമെന്നാണ്. അതിനെ വളരെ പോസിറ്റീവായി കാണേണ്ടതുണ്ട്. കേരളത്തിൽ പോലും 15 ലക്ഷത്തോളം ആളുകൾക്ക് ഒരു MP എന്ന അവസ്ഥയാണുള്ളത്. ആകപ്പാടെ 6 കോടി ജനങ്ങളുള്ള ബ്രിട്ടനിൽ 650 MPമാരുണ്ടെന്ന് ഓർക്കണം. ഇവിടെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിന് കേവലം 20 പേർ മാത്രമാണുള്ളത്. 25-30 ലക്ഷം പേർക്കാണ് ഉത്തർപ്രദേശിൽ ഒരു MP ഉള്ളത്. ജനാധിപത്യം വേണ്ടതുപോലെ നടപ്പിലാകണമെങ്കിൽ ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജനപ്രതിനിധികളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഗുണകരമാണ്. അത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. കേരളത്തിൽ ഇപ്പോഴുള്ള 20 ലോക്സഭാ അംഗങ്ങളാണ്. അത് 30 വർദ്ധിക്കും. ജനസംഖ്യാനുപാതികമായി ഈ 30 മണ്ഡലങ്ങളെ പുനർവിഭജനം നടത്തും. നിലവിലുള്ള 20 മണ്ഡലങ്ങളും പുനർവിഭജിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാവും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളൊക്കെ പുനർവിഭജിക്കപ്പെടും. എന്നാൽ അവിടെയും ഒരു അപകടമുണ്ട്. കേരളത്തിൻ്റെ അകത്ത് ജനസംഖ്യാനുപാതികമായി ആണ് ഈ വിഭജനം നടക്കുന്നതെങ്കിൽ ജനസംഖ്യ കൂടുതലുള്ള ഇടങ്ങളിൽ കൂടുതൽ എംപിമാരും കുറവുള്ള ഇടങ്ങളിൽ നിലവിലുള്ള എംപിമാരുടെ എണ്ണത്തിൽ കുറവും സംഭവിക്കാം. ഇത്തരമൊരു അനുഭവം 2008 2008 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ചിരുന്നു. 140 മണ്ഡലങ്ങൾ എന്നതിൽ ഒരു വ്യത്യാസവും വരുത്തിയില്ല. എന്നാൽ മണ്ഡലങ്ങളെ ജനസംഖ്യാനുപാതികമായി പുനർവിഭജിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ കോട്ടയത്തുണ്ടായിരുന്ന 10 നിയമസഭാ മണ്ഡലങ്ങൾ 9 കുറഞ്ഞു. പത്തനംതിട്ടയിലുണ്ടായിരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ 5 കുറഞ്ഞു. കോട്ടയത്തും പത്തനംതിട്ടയുമായി 3 നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞപ്പോൾ കോഴിക്കോട് 12 നിയമസഭാ മണ്ഡലങ്ങൾ 13 മലപ്പുറത്ത് 12 നിയമസഭാ മണ്ഡലങ്ങൾ 16 ഉയർന്നു. എന്ന് വെച്ചാൽ മലബാറിൽ ഏതാണ്ട് 5 മണ്ഡലങ്ങൾ കൂടുന്ന സാഹചര്യം രൂപപ്പെട്ടു. മറ്റു ഭാഗങ്ങളിലെ 5 മണ്ഡലങ്ങൾ കുറഞ്ഞിട്ടാണ് കോഴിക്കോടും മലപ്പുറത്തുമായി ഇത്രയും വർധനയുണ്ടായത്. ഇത്തരത്തിലൊരു മാറ്റം കേരളത്തിലും ഉണ്ടാവും. അതായത് 30 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ മലബാറിൽ അതിൻ്റെ എണ്ണം കൂടുകയും തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ അത് കുറയുകയും ചെയ്യും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ. ഇനി നിയമസഭയിലേക്ക് വന്നാൽ ഇപ്പോൾ ആകെ 140 നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിൽ ഈ പുതിയ സംവിധാനം നിലവിൽ വന്നാൽ അത് 210 മണ്ഡലങ്ങളായി മാറും. ഇപ്പോൾ 71 സീറ്റുകളാണ് ഒരു സർക്കാരിന് ജയിക്കാൻ വേണ്ടതെങ്കിൽ അത് 106 മണ്ഡലങ്ങളായി മാറും. എന്ന് വെച്ചാൽ 106 മണ്ഡലങ്ങളിൽ ജയിച്ചാൽ മാത്രമേ സർക്കാരിന് കേവല ഭൂരിപക്ഷം കിട്ടൂ. ഇവിടെയും മലബാറിൻ്റെ സ്വാധീനം കൂടുകയും തിരുവിതാംകൂറിൻ്റെ സ്വാധീനം കുറയുകയും ചെയ്യും. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടായെന്ന് വരില്ല. കോൺഗ്രസും CPM-ഉം BJP-യും 100-ലധികം സീറ്റുകളിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ മുസ്ലിം ലീഗും CPI-യും 40-ന് മുകളിൽ സീറ്റുകളിൽ മത്സരിക്കുന്ന സാഹചര്യം രൂപപ്പെടും. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ സീറ്റ് വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ലീഗിൻ്റെ അവകാശവാദം അതിനുമപ്പുറത്തേക്ക് ഉയർന്നെന്ന് വരാം. ഇപ്പോൾ 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 18 സീറ്റിനും ഇപ്പോൾ 8 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 12 സീറ്റിനും അവകാശം ലഭിക്കും. സീറ്റ് കൊടുക്കാത്ത ചെറുകിട പാർട്ടികളും സീറ്റ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. മണ്ഡലങ്ങളുടെ വലിപ്പവും വോട്ടർമാരുടെ എണ്ണവും കുറയുന്നത് കൊണ്ട് തന്നെ സ്വതന്ത്രർക്ക് കൂടുതൽ സാധ്യത പുതിയ പുനർവിഭജനം വഴി സംഭവിക്കും. 33% സംവരണം നടപ്പിലാക്കുകയും ആ സംവരണത്തിന് ആനുപാതികമായി പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റുകൾ കൂടുകയും ചെയ്യുമ്പോൾ സ്ത്രീകളും ദളിതരും അടിച്ചമർത്തപ്പെട്ടവരും കൂടുതൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരും. പലരും കുത്തകയാക്കി വെച്ചിരുന്ന സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ടാവും. അവരുടെ മണ്ഡലം വിഭജിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അവരുടെ മണ്ഡലത്തിൻ്റെ പേര് പോലും മാറുന്ന സാഹചര്യമുണ്ടാവാം. മാത്രമല്ല 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുകയും അത് ഓരോ തെരഞ്ഞെടുപ്പിലും നറുക്കെടുപ്പിലൂടെ മാറിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി MLA ആകാനും അതിൻ്റെ പേരിൽ സുരക്ഷിതത്വം അനുഭവിക്കാനുമുള്ള സാഹചര്യം നഷ്ടപ്പെടും. ഒരു തവണ ജനറൽ വാർഡാണെങ്കിൽ അടുത്ത തവണ അത് സ്ത്രീ സംവരണ വാർഡായി മാറാനുള്ള സാധ്യത ഏറെയാണ്. BJP അവരുടെ സ്ഥിരഭരണം ഉറപ്പിക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉയരുമ്പോൾ പോലും
സൂക്ഷ്മാർത്ഥത്തിൽ പഠിച്ചാൽ ഇതിന് ഗുണമുണ്ടാവുന്നത് മലബാറിലെ ജനങ്ങൾക്കാണ്. ദക്ഷിണേന്ത്യയേക്കാൾ കൂടുതൽ പ്രാധാന്യം വടക്കേന്ത്യക്കാർക്ക് കിട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെ ദക്ഷിണ കേരളത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം വടക്കൻ കേരളത്തിന് ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടും. വനിതകളടക്കമുള്ള പുതിയ നേതാക്കൾ ഉയർന്നു വരും. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം ഈ പരിഷ്കാരത്തിലൂടെ അടിമുടി മാറുകയാണ്. ഇതെന്ന് നടപ്പിലാക്കും എന്ന് മാത്രമാണ് അറിയാനുള്ളത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാനാണ് തീരുമാനമെങ്കിൽ മറ്റൊരു അട്ടിമറി കൂടി ഇതിനോടൊപ്പം നടക്കും. അടുത്ത മാസം പുറത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിക്കാൻ പോകുന്ന സർക്കാരിന് 5 വർഷം കിട്ടില്ല, പകരം 3 വർഷം മാത്രമേ കിട്ടൂ. 2029 ഈ നിയമസഭ പിരിച്ചുവിട്ട് ലോക്സഭയും നിയമസഭയും ഒരുമിച്ച് മത്സരിക്കുന്ന സാഹചര്യമുണ്ടാവും. UDF നേതാക്കൾ ആദ്യത്തെ 3 വർഷം അടിപിടിയും കടിപിടിയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി അവസാനത്തെ 2 വർഷം മെച്ചപ്പെട്ട ഭരണം നടത്താം എന്ന് കരുതി കാത്തിരിക്കുമ്പോഴായിരിക്കും നിയമസഭ പിരിച്ചുവിടുന്നത്. അടിപിടിയുടെ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കിട്ടാത്ത സാഹചര്യം കേവലം 3 വർഷം കൂടി കഴിയുമ്പോൾ സംഭവിച്ചെന്ന് വരാം.